വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിൽ വന്നു. ഹസനെ കോൾ ചെയ്യുന്നു. ഹസൻ പറയുന്നു നിങ്ങൾ താഴെ, ഞാൻ എവിടെയാണ് ഡ്രോപ്പ് ചെയ്തത് അവിടെ തന്നെ തിരിച്ചു വരിക എന്ന്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ അവിടെ വന്ന് നിൽക്കുകയാണ്. വിശന്നു തുടങ്ങി. അപ്പോൾ ബാക്കിലുള്ള ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ഈ റാപ്പ് സംഭവം. എന്തോ ചിക്കൻ്റെ എന്തോ റാപ്പാണ്. തുളസി അത് കഴിച്ചിട്ട് പറയുവാണ്, ചിക്കൻ ഇതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ ഉച്ചയോടൊന്ന് കഴിക്കട്ടെ എന്ന്. പക്ഷേ അതിനകത്ത് അവരത് പേസ്റ്റ് പോലെ, സ്പ്രെഡ് പോലെ, നമ്മൾ ഈ ന്യൂട്ടെല്ല സ്പ്രെഡ് പോലെ അങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് നമുക്ക് പീസായിട്ട് കിട്ടാതെ. നമ്മൾ വണ്ടിയിലിരുന്ന് അത് കഴിച്ചിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഹൈലൻഡ് പാർക്കിലോട്ടാണ്. അത് ആക്ച്വലി ഒരു ഹില്ലിൻ്റെ മേളിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാസ്പിയൻ സീ, പിന്നെ എൻറ്റയർ ബാക്കു സിറ്റി സ്കൈലൈൻ, അവിടുത്തെ ഫ്ലെയിം ടവർ, അതെല്ലാം നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇവിടെ തന്നെയാണ് നമ്മുടെ മാർട്ടിയേഴ്സ് ലെയിൻ എന്ന് പറയുന്ന ഒരു ലെയിൻ. അവിടെ അസർബൈജൻസ് വാറിൻ്റെ സമയത്ത് കുറേ ആളുകൾ മരിച്ചായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ബോഡി ക്രിമേറ്റ് ചെയ്തേക്കുന്ന ഈ റൈറ്റ് സൈഡിലാണ്. ഹിസ്റ്ററി എനിക്ക് ശരിക്കും അറിയില്ല, യു ക്യാൻ ലുക്ക് ഇറ്റ് അപ്പ്. അവിടെയൊക്കെ കുറച്ച് നേരം നമ്മൾ നടന്നപ്പം അവിടെ നല്ല കാറ്റെന്ന് വെച്ചാൽ എന്നെപ്പോലൊരാളെ, ആ കാറ്റ് കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു. പിന്നെ നമ്മുടെ ഗൈഡ് ഏതാണ്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ശരിക്കും അറിയത്തില്ല. വളരെ ചുരുക്കം, ഇയാൾക്കറിയാം, കുറച്ചൊക്കെ അറിയായിരുന്നു, എന്നാലും വളരെ ചുരുക്കം ആളുകൾക്കാണ് അറിയാവുന്നത്. അവർ കൂടുതലും ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്നിട്ട് നമ്മളവിടെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നതാണ് നിസാമി സ്ട്രീറ്റിലോട്ട്. ഹസൻ അവിടെ നിന്ന് അങ്ങ് പോയി. അതിന് ശേഷം ഇവളായിരുന്നു ഞങ്ങളുടെ കൂടെ, ഹസൻ്റെ ഫ്രണ്ടാണ്. ഈ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ കഫേസും ഷോപ്സും, അവിടെ എല്ലാം ഫുൾ ആളുകളാണ്. അത് പറയപ്പെടുന്നത് ഇറ്റ് ഈസ് എ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്പ്. അവിടെ പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, അങ്ങനത്തെയൊക്കെ. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം നടന്നു. നല്ല സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡിൽ നിന്ന് ചിന്നു, ഒരു സൈഡിൽ നിന്ന് ഷീലു. ചിന്നുവിന് മതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കും. ഹായ് മിക്കി മൗസ്. അതാ വരുന്നു. ചിന്നുവിനെ ഉന്നം വെച്ചുകൊണ്ടാണ് വരുന്നത്. വന്നുകൊണ്ട് നിന്നെ നിൻ്റെ അടുത്തിട്ടോ അല്ല വരുന്നില്ല. അല്ല അത് മിക്കി മൗസ് അല്ല. പക്ഷേ എന്താ കയറാനാന്ന്, കഴിക്കാനാന്ന്? ലെമാർ. ഇത് കണ്ടിട്ടാണ്. ഇപ്പം നമ്മൾ ഈ നടന്നു പോകുന്നത് ഒരു ടൂത്ത് ബ്രഷ് മേടിക്കാനാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അവർക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ ഇവള് ആംഗ്യ ഭാഷയിൽ കാണിക്കണ്ട ബ്രഷ് വേണമെന്നാണ് ആളിനോട് പറയുന്നത്. എന്നിട്ടും ആൾക്ക് മനസ്സിലായിട്ടില്ല. ആൾക്ക് എന്തോ തോന്നി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും പറഞ്ഞു കൊടുത്തോണ്ട്, പിന്നെ അവൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് പിന്നെ പറഞ്ഞു കൊടുത്തു ടൂത്ത് ബ്രഷാണ് വേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആൾ കേട്ടിട്ട് ഇയാൾ വന്ന് പറഞ്ഞു തന്നു, അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ മാർക്കറ്റുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടും. കിട്ടിയോ? അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് മുന്നോട്ട് കടന്നപ്പോഴാണ് ഈ സ്പൈഡർമാനെ കാണുന്നത്. സ്പൈഡർമാൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. ഞങ്ങൾ നടന്നപ്പം തുളസിയുടെ സ്ക്രീനിൽ മോൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഫോട്ടോ കണ്ടിട്ട് ആൾ പറഞ്ഞു, വാട്ട് എ ക്യൂട്ട് ബോയ്, ക്യാൻ വി മേക്ക് എ വീഡിയോ ഫോർ ഹിം എന്ന് ചോദിച്ചു. അപ്പം തുളസി ബസ്സിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ആളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോൾ എന്താ, കാശ് വേണം ആൾക്ക്. അതിനിടയ്ക്ക് ഒരു ബാറ്റ്മാൻ വന്ന് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ഫ്രണ്ട്ലി ആളുകളാണെന്ന് വിചാരിച്ച് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. ലാസ്റ്റിൽ കാശ് താന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോയി. പിന്നെ വിശക്കുന്നതെന്ന് അവളോട് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ ഒരാൾ വരുന്നു, ഓർഡറൊക്കെ എടുക്കുന്നു, ഓർഡർ എടുത്തിട്ട് പോകുന്നു. അത് കഴിയുമ്പം വേറെ ഒരാൾ വരുന്നു. നമ്മൾ
കൊടുക്കാത്ത ഒരു ഓർഡർ ആൾ കൊണ്ടുവരുന്നു. ആൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ ടേബിളിൽ കൊണ്ടുവെക്കുന്നു. ഇതാണ് സാധനം. അവനറിയത്തില്ല, ഭാഷ അറിയത്തില്ലെന്നാ പറഞ്ഞു. ഇപ്പോൾ സ്പൈഡർമാന് കാശ് കൊടുത്ത് വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഒരു പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഇത് ഫ്രീ അല്ലേ എന്ന്. അന്നത്തേക്ക് തുളസി ഒരു ഗ്ലാസ് എടുക്കുന്നു, അവൾ കുടിക്കാൻ തുടങ്ങുന്നു. ബാക്കി നോക്കി രണ്ടുപേര് നടന്നു വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ തുളസി കുടിക്കുന്നു, ഷീലു ഒരു സിപ്പ് എടുത്തു, അപ്പോഴത്തേക്ക് ആളെത്തി. നമ്മുടെ അല്ലത് നീ കുടിച്ചായിരുന്നോ? എന്നിട്ടാ തിരിച്ചുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ശരിക്കും ഓർഡർ ചെയ്ത സാധനമാണിത് കേട്ടോ. ഇത് നമ്മൾ ഓർഡർ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ഷവർമ ടൈപ്പ് എന്തോ ആണ്. ഷവർമ വന്നു, പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചു. ഇവർക്കൊന്നും ലാംഗ്വേജ് അറിയത്തില്ല. അവർ പറയുന്നതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്നതല്ല അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യാത്ത ഭക്ഷണത്തിൻ്റെയും ആ ഡ്രിങ്കിൻ്റെയും കാശൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നിസാമി സ്ട്രീറ്റിലൊക്കെ കുറച്ചിങ്ങനെ കുറേ നടന്നു. ആക്ച്വലി കുറേ നടന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയത് ഇതാണ് ഓൾഡ് ബാക്കു. ഇതാണ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ബാക്കു എന്ന് പറയും. ഇത് നമ്മൾ പഴയ കാലത്തോട്ട് തിരിച്ചു പോകുന്ന ആ ഒരിതാണ്. ഏൻഷ്യൻറ്റ് വാൾസ് ഉണ്ട് അവിടെ, ഓൾഡ് ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ പഴയ ഒത്തിരി കഥകൾ പറയുന്ന, ഒത്തിരി പഴയ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അങ്ങനത്തെ ബിൽഡിങ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ എന്തൊരു രസമാണെന്നറിയോ. പിന്നെ അവിടെ മെയ്ഡ് ഇൻ ടവർ എന്ന് പറയുന്നൊരു ടവറുണ്ട്. പിന്നെ ക്യൂട്ട് ലിറ്റിൽ സ്ട്രീറ്റ്സ് എല്ലാം അടിപൊളി. നമ്മളൊരു പോസ്റ്റ് കാർഡിൽ കാണുന്ന ആ ഒരു വിഷ്വൽ ട്രീറ്റ് പോലാണ് ആ സ്ഥലം. നമ്മൾ പിന്നെ അവിടെ കുറേ നടന്നു. അവിടെ ഒത്തിരി സുവനിയർ ഷോപ്സും ഇങ്ങനെ കൂസിയായിട്ടുള്ള കഫേസും ഒക്കെ ഉണ്ട്. നമുക്കവിടെ നടക്കുന്ന വഴി തന്നെ പല ഷോട്ട്സ് എടുക്കാൻ പറ്റും, പല ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട്. ചില വഴികളിൽ കൂടെ വണ്ടികൾ പാസ്സാവാത്ത വഴികളുണ്ട്. നമ്മൾ നടക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മൾ അന്ന് കുറേ നടന്ന് ശരിക്കും നമ്മൾ ക്ഷീണിച്ചു. പിന്നെ എങ്ങനെയും ഇത് കഴിഞ്ഞ് എങ്ങനെയും വീട്ടിലോട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇതായിപ്പോയി. നമുക്ക് മതി നിർത്താം എന്നുള്ള ഒരു ഇതായിപ്പോയി. പിന്നെ ഞങ്ങളുടെ നടത്തം പിന്നെയും തുടങ്ങി. നടന്ന് കുറേ നടന്നു. ലാസ്റ്റ് മതിയായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹസനോട് പറഞ്ഞു ഇനിയും പോകാം, നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോകാമെന്നുള്ള ഇത് പറഞ്ഞു. ബാക്കുവിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്കൊരു ക്ലബ്ബിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹസനോട് ചോദിച്ചു ഏത് ക്ലബ്ബാണ് സേഫായിട്ട് നമുക്ക് പോകാൻ വേണ്ടി നീ സജസ്റ്റ് ചെയ്യുന്നത്, ഒരു ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞു എക്സ്ട്രാ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ഇതുണ്ട്, അവിടെ ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നേരെ ഇനിയും ഹോട്ടലിൽ പോയി ഫ്രഷനപ്പ് ആയിട്ട് ഞാൻ വണ്ടിയുമായിട്ട് വരാം, അപ്പം നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ക്ലബ്ബിലോട്ട് പോകാം. ഞങ്ങളങ്ങനെ ക്ലബ്ബിൽ പോയി. അവിടെ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു 1/2 hour or 1 hour മാക്സിമം ഞങ്ങളവിടെ നിന്നു. എല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി.
ഹോട്ടലിലെത്തിയപ്പോൾ 1:38 ആയി. അവിടുന്ന് നേരെ റൂമിലോട്ട്. കാശ് പോയെങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയാക്കിയത് ആ സ്പൈഡർമാനും ആ ഡ്രിങ്കും ആയിരുന്നു. കുറേ ചിരിച്ചു. ഇനി അടുത്ത പാർട്ട് നെക്സ്റ്റ് വ്ളോഗിൽ. ടൂഡിൽസ്.